എന്താണ് നമ്മളെ നാട്ടിൽ നടക്കുന്നതെന്നുള്ളത് മനസ്സിലാകുന്നില്ല കേട്ടോ. ഈ വോയിസ് ഒന്ന് കേട്ടു നോക്കി നിങ്ങള്. ഞാൻ മരിച്ചു ഓൻ്റെ ഉപ്പ കരയൂലേ കൊറേ. ഓനിക്ക് സന്തോഷായിരിക്കും, പക്ഷെ എൻ്റെ ഉപ്പയും കരയൂലേ. എനിക്ക് ഇങ്ങനെ നിക്കാൻ കഴിയുന്നില്ല. എനിക്ക് പേടിയാവുന്നില്ല. ആച്ചിക്ക് എന്നെ വേണ്ടായിട്ട് വെറുതെ ആവശ്യമില്ലാണ്ട് എന്തെല്ലോ കാരണം പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് അടിയാക്കിയതല്ല. വേണ്ടാണ്ട് ഓൻ ചെയ്യുന്നതിന് ഞാൻ ഓനെ ചോദ്യം ചെയ്യും. ഓൻ എന്നെ കുറ്റക്കാരിയാക്കല, എന്നെ സംശയം എന്ന് പറയാം. കല്യാണം കഴിഞ്ഞിട്ട് കഷ്ടി 8 മാസം മാത്രമാണ് ആ കുട്ടി ആ ചെങ്ങായിൻ്റെ കൂടെ ജീവിച്ചത്. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് അനുഭവിച്ച്, മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് പീഡിപ്പിച്ച്, ഒരു നിവൃത്തിയുമില്ലാതെ തൻ്റെ കുടുംബത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, രോഗിയായിട്ടുള്ള ഉപ്പ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ആൾ മാനസികമായിട്ട് തകരും എന്നുള്ള പേടി കൊണ്ട് കുട്ടി ആത്മഹത്യ ചെയ്യാണ്. ആ നാടുള്ളപ്പം തന്നെ ഓനെല്ലാം യൂസ് ആക്കലുണ്ട്. ഓന് ബാത്റൂമിൽ കയറിയിട്ട് പൊടി അടിക്കുന്നത് പോലെ കണ്ടി ഓൻ എൻ്റെ യൂസ് ആക്കലുണ്ട്. പണ്ടത്തെ കാലത്തൊക്കെ നമ്മളെ നാട്ടിൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ലഹരി ഏതൊക്കെ സാധനം എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. കള്ളോ കഞ്ചാവോ ഇതേപോലത്തൊക്കെയാണ്. പക്ഷേ ഇന്ന് ലോകത്തിൻ്റെ ഏത് കോണിലുള്ള എത്ര വീര്യം കൂടിയ ലഹരി പദാർത്ഥങ്ങളും എല്ലാ സ്ഥലത്തും സുലഭമാണ്. ആൾ ദുബൈയിലാണ് ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ദുബൈയിൽ ആളെ റൂമിൽ വെച്ചിട്ട് കൂട്ടുകാരും കൂടെ വന്നിട്ടാണ് ഈ കുട്ടീനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിച്ചതെന്ന് പറയുന്നത്. വല്ലാത്ത സങ്കടം ഉണ്ടാക്കുന്ന വാർത്തയാണ്. ഒരു രക്ഷിതാക്കളും തൻ്റെ മക്കളെ ഇതേപോലെ ക്രിമിനലുകളായിട്ടുള്ള ആൾക്കാരെ കയ്യിൽ പിടിച്ചു കൊടുക്കൂല. ചക്കയല്ലല്ലോ ഇത് ചൂന്ന് നോക്കാൻ. വല്ലാത്തൊരവസ്ഥയാണ് നമ്മളെ നാടിൻ്റെത്. മൃഗത്തിനേക്കാട്ടിലും കഠിനമായിട്ടുള്ള ഹൃദയമുള്ള ആളുകൾ ഒരു ഉപയോഗിക്കുന്ന ലഹരി പദാർത്ഥത്തിൻ്റെ കാഠിന്യത്തിൻ്റെ മുകളിലാണ് ഇവർ ചെയ്തു കൂട്ടിയതൊക്കെ. ആ കുട്ടീനെ ശാരീരികമായിട്ടും മാനസികമായിട്ടും പീഡിപ്പിച്ചത്.